സ്ത്രീകളെ റേപ്പ് ചെയ്യുന്നു, സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഒരു പുരുഷനെ റേപ്പ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു പുരുഷനെ റേപ്പ് ചെയ്താൽ എന്ത് സംഭവിക്കും? അതിനെന്ത് കേസെടുക്കും? ഒരു 19 വയസ്സുകാരൻ പയ്യൻ, അവൻ്റെ കൂടെ ഒരു പെയ്ഡ് കെയർടേക്കർ ഉണ്ടായിരുന്നു വീട്ടുകാർ വെച്ച്. ഇവർ റൗണ്ട്സിന് പോയി ഇവനെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു ഇയാളെന്നെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. 19 വയസ്സുകാരൻ ഒരു പയ്യനെ. ഒരു പുരുഷനെതിരെ, അയാൾ 18 വയസ്സ് കഴിഞ്ഞ ആളാണെങ്കിൽ അയാൾക്കെതിരെ ഒരു സെക്ഷൽ ഒഫൻസ് നടന്നാൽ, ഒരു ആണിനെ വേറൊരു ആൾ റേപ്പ് ചെയ്താൽ പോലും മറ്റൊരു എക്സ്ഹ്യൂമേഷൻ പറഞ്ഞപ്പോൾ വേറൊരു എക്സ്ഹ്യൂമേഷനാണ് വന്നത്. എൻ്റെ സീനിയർ ഡോക്ടർ സിദ്ധാർത്ഥാണ് കേസ് ചെയ്തത്. അത് ഇതേപോലെ ഒരു അന്യസംസ്ഥാന തൊഴിലാളികൾ ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് അവരവിടെ ജോലി ചെയ്ത് അവിടെ താമസിക്കുകയാണ്. അപ്പോൾ അതിൽ 2 നിലയുണ്ട്. അപ്പോൾ അതിലൊരു ഫാമിലി ഉണ്ട്, ഭാര്യയും ഭർത്താവുണ്ട്, പിന്നെ വേറെ 2 പയ്യന്മാരുണ്ട്, അവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഒരാളെ, ഈ ഹസ്ബൻഡിനെ കാണാനില്ല. ഇവർ തന്നെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്, ഇയാളെ കാണാനില്ല. അതിനുശേഷം പിന്നെ പോലീസ് അപ്പോൾ ഇങ്ങനെ പല വഴിക്ക് ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ സംഭവം അവസാനം കിട്ടി. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഹസ്ബൻഡ് ഈ ഭാര്യയെ ഇങ്ങനെ ഉപദ്രവിക്കുകയൊക്കെ ആയിരുന്നു. അപ്പോൾ അവർക്ക് ആ ജീവിതം മടുത്തു. ഈ കൂടെയുള്ള പയ്യനെയാണ് അവർക്കിഷ്ടം. അതേപോലെ ഈ പയ്യനും അവരെ വലിയ ഇഷ്ടം. ചേച്ചി എന്നാണ് അവൻ പറയുന്നത്, ചേച്ചി എന്നാണ് പറയുന്നത്. പക്ഷെ അവർ തമ്മിൽ ഇഷ്ടമാണ്. അപ്പോൾ അവർ പിന്നെ ഒരാളുടെയും കൂടിയും അതിൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. ഭർത്താവിനെ അടിച്ചു കൊന്നു. എന്നിട്ട് ഇവരുടെ വീടിൻ്റെ ബാക്കിൽ തന്നെ കുഴിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ പോയി സീനൊക്കെ ഒന്ന് കണ്ടു, വീട് കണ്ടു. അപ്പോൾ ഇവൻ തന്നെയാണ് കൊണ്ടുവന്നെല്ലാം കാണിക്കുന്നത്. ഈ കട്ടിലിട്ടാണ് അടിച്ചു കൊന്നത്. കുറച്ച് ഹിന്ദിയിലും ഒക്കെ മലയാളത്തിലും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചേച്ചി അതിൽ ഇൻവോൾവ് അല്ല എന്ന് അവൻ വളരെ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ചേച്ചി താഴെയായിരുന്നു, ചേച്ചി ഇതിൽ ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ അവസാന സമയത്തും അവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് അപ്പം നമ്മുടെ ഇവിടെ ഫോറൻസിക് സയൻസ് ടീമുണ്ട്. ഫോറൻസിക് സയൻസുകാരാണ് ഈ നമ്മൾ പത്രത്തിലേക്ക് വരില്ലേ, ഫോറൻസിക് സംഘം വന്ന് തെളിവെടുപ്പ് നടത്തിയെന്ന്. ആ തെളിവ്, അങ്ങനത്തെ ട്രേസ് എവിഡൻസുകളൊക്കെ എടുക്കുന്ന അവരാണ്. അപ്പോൾ അവരുടെ കയ്യിൽ അപ്പം തന്നെ ബ്ലഡിൻ്റെ ടെസ്റ്റ്, ബെൻസിഡിൻ എന്നുള്ള ടെസ്റ്റ്, അപ്പം തന്നെ അതിൻ്റെ പ്രസൻസ് അറിയാവുന്നൊരു ടെസ്റ്റ് ഉണ്ട്. അവരപ്പം തന്നെ അത് ചെയ്തു. അതായത് 1-2 കുത്തും പുള്ളിയൊക്കെ കാണുമ്പോൾ ഇത് ബ്ലഡ് ആണോ എന്ന് പറയുമ്പോൾ അപ്പം തന്നെ ബെൻസിഡിൻ ടെസ്റ്റ് ചെയ്തു, പോസിറ്റീവ് കിട്ടി. അപ്പോൾ അത് ബ്ലഡിൻ്റെ സാന്നിധ്യം കിട്ടി. പിന്നെ അതിൽ നിന്ന് സ്ക്രേപ്പ് ചെയ്ത് അവർ അതിനുള്ള തെളിവൊക്കെ എടുത്തു. വീടിൻ്റെ ബാക്കിൽ പോയി. അപ്പോൾ അവൻ കാണിച്ചു കൊടുത്തു, ഇന്ന സ്ഥലമാണ്. ആൾക്കാർ ഇങ്ങനെ ചുറ്റും നിന്നൊരു പണിക്കാർ കളച്ചെടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ബോഡി കണ്ടു. അത്ര ആഴത്തിലൊന്നുമല്ല കുഴിച്ചിട്ട്, ഇത് ബോഡി കണ്ടു. പിന്നെ അയാളുടെ കൂടെയുള്ള ഡ്രസ്സുകൾ അതൊക്കെ മാറി അവിടെയാണ് കുഴിച്ചിട്ടെന്ന് അവൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇവർ കുളച്ചിട്ടൊന്നും കിട്ടുന്നില്ല. അവൻ പറഞ്ഞു മേലകാതെ എത്തി എന്ന് പറഞ്ഞാൽ ആൾ തന്നെ പറഞ്ഞു ഞാൻ കുഴിച്ചെടുത്തരാന്ന് പറഞ്ഞാൽ ആൾ പോയി കുഴിച്ചെടുത്ത് തുണി ഇതെല്ലാം എടുത്ത് തന്നു. അപ്പോൾ നമുക്ക് തോന്നി ഇത് പോലീസുകാർ ഇടിക്കേണ്ട ഒന്നും കാര്യമില്ല. ഒരു ലെവൽ കഴിയുമ്പോൾ മനുഷ്യർ സ്വന്തമായിട്ട് ഞാനാ ചെയ്തത്, ഇങ്ങനെയാ ചെയ്തത്, എന്താ ചെയ്തതെന്നൊക്കെ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട്. അങ്ങനെ ഒരു മർഡർ കേസിൻ്റെ ഒരു കാര്യങ്ങൾ ഇത് എത്ര പ്ലാൻ ചെയ്ത് നമ്മൾ പറയില്ലേ, ദർ ഈസ് നോ പെർഫെക്റ്റ് ക്രൈം. എങ്ങനെ ചെയ്താലും അവസാനം ചിലപ്പോഴൊക്കെ അവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് അത് പൊളിയും. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ അത് കൊണ്ടു നടക്കാൻ പറ്റാതെ അവർ തന്നെ അത് പുറത്തേക്ക് പറയുകയും ചെയ്യും. പിന്നെ ഉള്ളത് വെടിവെപ്പിൻ്റെ കേസുകൾ. അത് നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ്. സൗത്തിലേക്ക് വളരെ കുറവാണ്. നോർത്ത് ഇന്ത്യയിൽ അവിടെയൊക്കെയാണ് അധികമായിട്ട് ഇത് വരുന്നത്. നമ്മുടെ നാട്ടിൽ ഈ നാടൻ തോക്കിൽ നിന്നുള്ള, അത് ഈ വേട്ടയ്ക്കൊക്കെ ഇങ്ങനെ പന്നിയെ വെടിവെക്കാൻ അങ്ങനെ കൊണ്ടുവന്ന നാടൻ തോക്കിൽ നിന്നുള്ള വെടിവെപ്പ്, അങ്ങനത്തെ കേസുകളൊക്കെയാണ് വരുന്നത്. ഒരു കേസിലുള്ളത് ഒരു ജീനിയസ് ആയ ഒരു മനുഷ്യൻ്റെ ആത്മഹത്യ. ആള് എന്തൊക്കെയോ സയൻറ്റിഫിക് കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ആളാണ്. അയാൾ തോക്ക് പോലെ ഒരു സാധനം സ്വന്തം കണ്ടുപിടിച്ച് ഉണ്ടാക്കി, എന്നിട്ട് അതുകൊണ്ട് സ്വയം വെടിവെച്ച് മരിച്ചു. അത് ഭയങ്കര ട്രാജിക്കായൊരു സംഭവം. കാരണം എന്തുകൊണ്ടോ അയാൾക്ക് മുന്നോട്ട് വരാൻ പറ്റാത്തതിലെ വിഷമം എന്താണെന്നറിയില്ല. ഒരു കണ്ടുകഴിഞ്ഞ് നമുക്ക് തോക്കാന്നൊന്നും തോന്നില്ല, എന്തോ ഒരു രൂപമാണ്. പക്ഷെ അതിൽ നിന്ന് കൃത്യമായി ഫയർ ചെയ്ത് നെറ്റിയുടെ നടുക്കിൽ കൂടെ കടന്നുപോയി, പുറത്തേക്ക് വരെ പോയി. അങ്ങനെ ത്രൂ ആൻഡ് ത്രൂ ആയിരുന്നു. ഇതിൽ കൂടെ പോയി അതിൽ കൂടെ വന്ന ഒരു ബുള്ളറ്റ് ഇഞ്ചുറി ആയിട്ട്. ശരിക്കും ബുള്ളറ്റ് ഒന്നും ആയിരുന്നില്ല, അങ്ങനെ ഒരു ഇഞ്ചുറി ആയിട്ട് മരിച്ചൊരു ആളുടെ ഒരു കേസുണ്ട്. പിന്നെ ഇതേപോലെ ഷോർട്ട് ഗണ്ണാണ് അധികവും. അതായത് പന്നിയൊക്കെ വെടിവെക്കാൻ ഉപയോഗിക്കുന്ന കുറേ മണി പെല്ലറ്റ്സ് ഇങ്ങനെ ചെതറി വരുന്ന പോലത്തെ ഷോർട്ട് ഗൺ, അല്ലാതെ നമ്മളെ റൈഫിളല്ല, ഒറ്റ ഉണ്ടയല്ല. അങ്ങനത്തെ കേസുകൾ ആദ്യം കണ്ടിട്ടുള്ളത്. കാരണം നാടൻ തോക്കിലൊക്കെ അധികം അതാണുള്ളത്. അപ്പോൾ അതാവുമ്പോൾ നമുക്ക് ആ ഡിസ്പേർഷൻ, അതായത് എത്രത്തോളം ഇത് ചെതറിയിരിക്കുന്നതനുസരിച്ചാണ് എത്ര അടുത്തുനിന്നാണ് ഈ വെടി എന്നുള്ളത്, എത്ര അടുത്തുനിന്നാണ് വന്നത്. അപ്പോൾ ഇവർ പറയുന്ന കഥ എന്ന് പറഞ്ഞാൽ ആൾ ഇത്ര ദൂരെയായിരുന്നു, അപ്പോൾ അറിയാതെ എൻ്റെ കയ്യിൽ നിന്ന് വെടി പൊട്ടി, ഇതൊക്കെ ആയിരിക്കും പറയാം. അപ്പോൾ അല്ല, ഇയാൾ തൊട്ടടുത്ത് തന്നെ ആയിരുന്നോ,
ഈ പറഞ്ഞത് കറക്റ്റ് ആണോ, ഇതൊക്കെ നോക്കുന്നത് ആ ഡിസ്പേർഷനൊക്കെ വെച്ചാൽ. അങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ വെടി കൊണ്ട കേസുകളൊക്കെ വരുന്ന സമയത്ത് ആദ്യം ബോഡി നമ്മൾ എക്സ്റേക്ക് കൊണ്ടുപോകും. ഒരു ഡെഡ് ബോഡിയെ എക്സ്റേക്ക് കൊണ്ടുപോകുന്ന സംഭവം അതാണ്, ഡെഡ് ബോഡിയെ എക്സ്റേക്ക് കൊണ്ടുപോകും. അപ്പോൾ അതിന് ലെറ്ററൊക്കെ എഴുതി നമ്മൾ കൊണ്ടുപോകും. അപ്പം ജീവനുള്ള മനുഷ്യരെയൊക്കെ മാറ്റിയിട്ട് ഇത് കയറ്റിക്കിടത്തും, ബോഡി കയറ്റിക്കിടത്തി എല്ലാ ഭാഗവും ഹോൾ ബോഡി എക്സ്റേ എടുക്കും. കാരണം ഇത് എവിടെയൊക്കെ ഈ പെല്ലറ്റുകൾ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടോ, ഇനി പൊട്ടാൻ ബാക്കിയുള്ള എന്തെങ്കിലും സാധനങ്ങൾ എക്സ്പ്ലോസീവ്സ് അകത്തുണ്ടോ, ഇതൊക്കെ നമുക്കറിയണം. അതൊക്കെ നോക്കി അത് എക്സ്റേ ഒക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ചു വരുന്നത്. അപ്പോൾ അത് വെച്ച് നമുക്ക് ഇന്ന സാധനങ്ങൾക്ക് ഇന്നതൊക്കെ ഉണ്ട് എന്ന് അറിയാൻ പറ്റും. ചിലപ്പോൾ ഡിസെക്ട് ചെയ്ത് വരുമ്പോൾ എല്ലാ ഭാഗത്തും നമുക്ക് കിട്ടിക്കോളുന്നില്ല, അത് ചെതറിക്കിടക്കായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ അത് പക്ഷെ വളരെ റെയറാണ്. പിന്നെ വെടിക്കെട്ട് പോലത്തെ അങ്ങനത്തെ ഈ അടുത്ത് വെടിക്കെട്ട് അപകടം ഉണ്ടായല്ലോ, ആ സമയത്ത് ഞാൻ അവിടെ ഇല്ലായിരുന്നു. ഭയങ്കര ദാരുണമായിരുന്നു എന്ന് പറഞ്ഞു. ആ കേസുകളെല്ലാം അവിടെയാണ് ചെയ്തത്. മെഡിക്കൽ കോളേജിൽ രാവും പകലും കേസുകൾ ചെയ്തെല്ലാം. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ സാധാരണഗതിയിൽ പോസ്റ്റ്മോർട്ടത്തിൻ്റെ സമയം എന്ന് പറയുന്നത് രാവിലെ 8 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെ. അതായത് മെഡിക്കോ ലീഗൽ കോഡ് എന്നൊന്നും നമുക്കുണ്ട്. ഇന്ത്യയിൽ മൊത്തമായിട്ട് ഒരു IPCയോ VNSO ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയുന്നത്. പക്ഷെ കേരളത്തിന് ഒരു കേരള മെഡിക്കോ ലീഗൽ കോഡ് ഉണ്ട്. അത് ഡോക്ടർ PB ഗുജറാൾ എന്ന് പറഞ്ഞ നമ്മുടെ ഫോറൻസിക് മെഡിസിൻ്റെ ഒരു ലെജൻഡറി ഫിഗർ ആയിട്ടുള്ള സാറും ഒക്കെയാണ് അത് മെയിനായിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അതിലെല്ലാം കൃത്യമായിട്ട് നമുക്കപ്പോൾ ഡോക്ടേഴ്സിന് എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ, ഇപ്പോൾ പോസ്റ്റ്മോർട്ടം മാത്രമല്ല ബാക്കി ഒരുപാട് മെഡിക്കോ ലീഗൽ വർക്കുകളുണ്ട്. ഇപ്പോൾ ഒരു സെക്ഷൽ അസോൾട്ട്, സെക്ഷൽ ഒഫൻസ്, റേപ്പ്, അതിൻ്റെ സർവൈവറായിട്ടുള്ള ഒരു പെൺകുട്ടിയോ ഒരു സ്ത്രീയോ വരുമ്പോൾ അവരെ എങ്ങനെ പരിശോധിക്കണം, എന്തൊക്കെ ചെയ്യണം, ഇതൊക്കെ നമുക്ക് എല്ലാ ഡോക്ടർമാർക്കും അതിൽ എല്ലാ സമയത്തും പരിശീലനം ഇല്ല. അപ്പോൾ അങ്ങനത്തെ സംശയങ്ങൾ വരുമ്പോൾ നമുക്ക് ഇത് നോക്കാം. കേരള മെഡിക്കോ ലീഗൽ കോഡ്, അതിൽ വ്യക്തമായിട്ട് അതിൻ്റെ ഫോമുകളുണ്ട്, എന്തൊക്കെ സാമ്പിളുകൾ കളക്ട് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എല്ലാം ഉണ്ട്. അതേപോലെ വൂണ്ട് സർട്ടിഫിക്കറ്റ്, എന്തൊരു പരിക്ക് പറ്റിയിട്ട് വന്നാലും ഒരു ഡോക്ടർ ഒരു വൂണ്ട് സർട്ടിഫിക്കറ്റ് എഴുതും. ഈ വൂണ്ട് സർട്ടിഫിക്കറ്റ് എഴുതുന്നതും സ്റ്റേറ്റിൻ്റെ ആവശ്യമാണ്. നമ്മൾ പറഞ്ഞില്ലേ പോസ്റ്റ്മോർട്ടം സ്റ്റേറ്റിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞ പോലെ. ഇപ്പോൾ എനിക്ക് ഒരാളുമായിട്ട്, അത് ഗുജറാൾ സാറ് തന്നെ പറയുന്ന കഥയാണ് കേട്ടോ, ഞാൻ അതേ ഉദാഹരണം തന്നെ സാറെ ഓർത്തോണ്ട് ഞാൻ അതേ ഉദാഹരണം എടുത്തുപയോഗിക്കുകയാണ്. സാറ് തന്നെ പറയുന്നത് ഇപ്പോൾ എനിക്ക് എൻ്റെ അയൽക്കാരന് ഒരു അതിർത്തി പ്രശ്നം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ പോയി കേസ് കൊടുക്കണം, സിവിൽ കോർട്ടിൽ നമ്മൾ കേസ് നടത്താം, നമ്മൾ ലോയർക്ക് കാശ് കൊടുക്കണം, നമ്മൾ കേസ് നടത്തണം, കംപ്ലൈനൻ്റ് ഞാൻ. പക്ഷെ അതേസമയം ഇയാൾ എൻ്റെ കാല് തല്ലി ഓടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊന്നും ചെയ്യണ്ട, ഹോസ്പിറ്റലിൽ പോയി കിടന്നാൽ മതി. ആര് കേസെടുക്കും, അല്ലെങ്കിൽ എന്ത് നടക്കും, നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകണ്ട, പോലീസ് എന്നെ വന്ന് കണ്ട് സ്റ്റേറ്റ്മെൻ്റ് എടുക്കും. എന്നിട്ട് കോടതിയിൽ സ്റ്റേറ്റ് കേസ് നടത്തും. സ്റ്റേറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടറെ വെച്ച് എനിക്ക് വേണ്ടി വാദിക്കും. ഞാനൊരു കാശ് പോലും ചിലവാക്കണ്ട. ഞാൻ ഈ കേസിൽ പ്രോസിക്യൂഷൻ വിറ്റ്നസ് നമ്പർ 1, അത്രേ ഉള്ളൂ. ഞാൻ കംപ്ലൈനൻ്റ് പോലും അല്ല. അപ്പോൾ വെനെവർ ദർ ഈസ് എ ക്രൈം അഗെയിൻസ്റ്റ് എ ഹ്യൂമൻ ബോഡി, ഇറ്റ് ഈസ് എ ക്രൈം അഗെയിൻസ്റ്റ് ദ സ്റ്റേറ്റ്. അപ്പോൾ ഈ സ്റ്റേറ്റിന് വേണ്ടിയാണ്. അപ്പോൾ എനിക്ക് ഈ പരിക്ക് പറ്റിയെന്ന് സ്റ്റേറ്റ് എങ്ങനെ അറിയും, അതെൻ്റെ ഡോക്ടറെ അറിയിക്കണം. അപ്പോൾ അതാണ് ഒരു ഡോക്ടറുടെ ഉത്തരവാദിത്തം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മരണം വരുമ്പോൾ അത് പോലീസിനെ അറിയിക്കാനുള്ള ഉത്തരവാദിത്തം പോലെ തന്നെ ഒരു ഇഞ്ചറി പറ്റി, എന്തെങ്കിലും ഒരു രീതിയിലുള്ളൊരു ആഘാതം പറ്റിയിട്ട് ഒരാൾ വന്നാൽ അത് പോലീസിനെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം, അതേപോലെ അതിൽ വൂണ്ട് സർട്ടിഫിക്കറ്റ് എഴുതേണ്ട ഉത്തരവാദിത്വം ഒരു ഡോക്ടർക്കുണ്ട്. അപ്പോൾ അതെങ്ങനെ എഴുതാം, അത് നമ്മുടെ കേരള മെഡിക്കോ ലീഗൽ കോഡിലുണ്ട്. ഒരു ഏജ് എസ്റ്റിമേഷൻ, ഒരു കുട്ടിയെ കിട്ടി, അങ്ങനത്തെ കേസുകളും നമ്മൾ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വരുന്നത്. നമ്മൾ പോസ്റ്റ്മോർട്ടം അല്ലാതെ പുറമേ ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെയാണ്. ഏജ് ഡിറ്റർമിനേഷൻ, പ്രത്യേകിച്ച് ഇപ്പോൾ എവിടെന്നെങ്കിലും ഓടി വന്ന കുട്ടികൾ അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ അവർക്കൊരു ബേസ് ലൈൻ ഒരു ഡാറ്റ ഉണ്ടാവില്ല. ഇപ്പം എത്ര വയസ്സായി നമുക്കറിയില്ല. അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചിലപ്പോൾ ക്രൈം എന്ന് പറയാൻ പാടില്ല, കുട്ടികളെ ഒരിക്കലും ക്രിമിനൽ എന്ന് വിളിക്കാൻ പാടില്ല. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ എന്നേ പറയുള്ളൂ, ക്രിമിനൽ എന്ന് ഒരിക്കലും പറയില്ല. അപ്പം അങ്ങനെ ഒരു കുട്ടി എന്തെങ്കിലും ഇൻവോൾവ് ആണെങ്കിൽ ഇവനെ ഒരു കുട്ടിയായിട്ട് കണക്കാക്കണോ മുതിർന്നവനായിട്ട് കണക്കാക്കണോ എന്ന് അറിയണമെങ്കിൽ നമുക്കിത് അറിയണം, 18 വയസ്സായോ ഇല്ലയോ. അപ്പോൾ ഏജ് എസ്റ്റിമേഷന് വേണ്ടിയിട്ട് കൊണ്ടുവരും. അപ്പോൾ അതെങ്ങനെ ചെയ്യണം എന്നുള്ളതും ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും കേരള മെഡിക്കോ ലീഗൽ കോഡിലുണ്ട്. എല്ലാ ഡോക്ടർമാരും അറിഞ്ഞിരിക്കേണ്ട കാര്യം. സെക്ഷൽ ഒഫൻസിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. നമ്മുടെ നാട്ടിൽ സെക്ഷൽ ഒഫൻസ്, റേപ്പ്, ഇതൊക്കെ സ്ത്രീകളെ റേപ്പ് ചെയ്യുന്നു, സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഒരു പുരുഷനെ റേപ്പ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു പുരുഷനെ റേപ്പ് ചെയ്താൽ എന്ത് സംഭവിക്കും, അതിനെന്ത് കേസെടുക്കും? ഈ 2018 വരെയും അതിനുശേഷവും അൺനാച്ചുറൽ സെക്ഷൽ ഒഫൻസ് എന്നൊരു സെക്ഷൻ ഉണ്ടായിരുന്നു, IPC 377 ഉണ്ടായിരുന്നു.
2018 അത് ഡീക്രിമിനലൈസ് ചെയ്തു, അതൊരു കുറ്റകൃത്യം അല്ലാതാക്കി. എന്ന് വെച്ചാൽ അത് മുഴുവനായിട്ട് എടുത്ത് കളഞ്ഞിട്ടില്ല, സെക്ഷൻ ഉണ്ട്. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഹോമോസെക്ഷലായ എല്ലാ ആൾക്കാരെയും അതിൻ്റെ പ്രകാരം കുറ്റക്കാരായിട്ട് കണക്കാക്കുമായിരുന്നു. 2 പുരുഷന്മാരോ 2 സ്ത്രീകളോ ഒന്ന് ജീവിച്ച ആർക്ക് വേണമെങ്കിൽ കംപ്ലൈൻറ്റ് ചെയ്യുക, അവരെ പോലീസ് പിടിച്ചുകൊണ്ട് അങ്ങനെയായിരുന്നു. അപ്പോൾ അത് അവരുടെ എന്താ പറയുക ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, നമ്മുടെ മൗലിക അവകാശങ്ങൾക്ക് എതിരാണ്. മനുഷ്യരുടെ റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ലൈഫ് വിത്ത് ഡിഗ്നിറ്റി, അതിനൊക്കെ എതിരായതുകൊണ്ട് ഇത് കുറ്റമല്ലാതാക്കി. പക്ഷെ അപ്പോഴും എന്താണ് നിൽക്കുന്നതെന്ന് വെച്ചാൽ കൺസെൻറ്റിങ് അഡൽട്ട്സ്, ഉഭയസമ്മതപ്രകാരം 2 മുതിർന്ന വ്യക്തികൾ തമ്മിൽ എന്ത് നടന്നാലും അത് അവരുടെ കാര്യം എന്ന് മാത്രമേ കോടതി പറഞ്ഞിട്ടുള്ളൂ. അതിൽ കൺസെൻറ്റ് ഇല്ലെങ്കിൽ, ഒരാളുടെ സമ്മതം ഇല്ലെങ്കിൽ അതപ്പോഴും ക്രൈമാണ്, അത് ഒഫൻസാണ്. പക്ഷേ ഇപ്പോൾ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ BNS വന്നപ്പോൾ, ഭാരതീയ ന്യായ സംഹിതയിലേക്ക് ഇങ്ങനെ കൂടുവിട്ട് കൂടുമാറിയപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് കൊഴിഞ്ഞുപോയി. എന്തുകൊണ്ടോ ആരും ഇത് ശ്രദ്ധിച്ചിട്ടില്ലയോ, അല്ലെങ്കിൽ എന്തുകൊണ്ടോ അതിനെതിരെ ഒരു പ്രതികരണങ്ങൾ ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ പ്രതികരണം ഉണ്ടായിട്ടും ഒരു മാറ്റവും ചലനവും ഉണ്ടാവുന്നില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പുരുഷനെതിരെ, അയാൾ 18 വയസ്സ് കഴിഞ്ഞ ആളാണെങ്കിൽ അയാൾക്കെതിരെ ഒരു സെക്ഷൽ ഒഫൻസ് നടന്നാൽ, ഒരു ആണിനെ വേറൊരു ആൾ റേപ്പ് ചെയ്താൽ പോലും സെക്ഷൽ ഒഫൻസ് ഫയൽ ചെയ്യാൻ പറ്റില്ല. സെക്ഷൽ ഒഫൻസിന് ഒരു സെക്ഷനും BNS ഇല്ല. അതിൻ്റെ ഭീകരാവസ്ഥ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ, എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് സൈക്കാട്രിസ്റ്റാണ്, ആൾ നിംഹാൻസിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു, അവരുടെ വാർഡിൽ അഡ്മിറ്റായിരുന്ന ഒരു 19 വയസ്സുകാരൻ പയ്യൻ, അവൻ്റെ കൂടെ ഒരു പെയ്ഡ് കെയർ ടേക്കർ ഉണ്ടായിരുന്നു വീട്ടുകാർ വെച്ച്. ഇവർ റൗണ്ട്സിന് പോയി, ഇവനെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു ഇയാളെന്നെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞു, 19 വയസ്സുകാരൻ ഒരു പയ്യനെ. അപ്പോൾ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി വിളിച്ചോ, പോലീസിൽ അറിയിക്കണോ അതൊക്കെ. പക്ഷേ പിന്നെ എന്നിട്ട് ഞാൻ ആലോചിച്ചു, എൻ്റെ സാറുമാരായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തു, ഇല്ല ഇതിലിപ്പോൾ എന്ത് കേസ് ഫയൽ ചെയ്യും, ഒരു സെക്ഷൽ ഒഫൻസ് കേസ് ഫയൽ ചെയ്യാൻ പറ്റില്ല. ഹേർട്ട് അല്ലെങ്കിൽ ആഘാതം, അല്ലെങ്കിൽ എന്താ പറയുക പരിക്ക് എന്നുള്ള ഉപദ്രവം, ഹേർട്ട്, ഗ്രീവസ് ഹേർട്ട്, മാരകമായ ഉപദ്രവം, അതുണ്ടെങ്കിൽ മാരകമായ ഉപദ്രവം, ഇത്രേ ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. സെക്ഷൽ ഒഫൻസ് എന്നൊരു കാര്യമേ ഫയൽ ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള എന്താ പറയുക ചില കുറവുകളോ അല്ലെങ്കിൽ ക്ഷതങ്ങളോ ഒക്കെ നിയമവ്യവസ്ഥയ്ക്ക് ചെറിയതായിട്ട് പറ്റിയിട്ടുണ്ട്. അത് ഇതിൽ അഡ്രസ്സ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അതേപോലെ തന്നെ എല്ലാ പ്രസവങ്ങളും ഒരു ഗൈനക്കോളജിസ്റ്റ് എടുക്കുന്ന പോലെ, എല്ലാ തിമിര ശസ്ത്രക്രിയ ഒഫ്താൽമോളജിസ്റ്റ് ചെയ്യുന്ന പോലെ, എല്ലാ പോസ്റ്റ്മോർട്ടങ്ങളും ഒരു ഫോറൻസിക് സർജൻ തന്നെ ചെയ്യാനുള്ള ഒരു അവസ്ഥ, ഒരു സാഹചര്യം, ഒരു നിയമനിർമ്മാണം, ജനങ്ങളുടെ ഭാഗത്തുനിന്ന് അതിനുള്ള ഒരു ഇനീഷ്യേറ്റീവ്, ഭരണകർത്താക്കളുടെ ഭാഗത്തുനിന്ന് അതിനുള്ളൊരു ഉദ്യമം ഉണ്ടാവണമെന്നും കൂടി ആണ് ഒരു ആഗ്രഹമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഫോറൻസിക്കിലേക്ക് വരാൻ താല്പര്യമുള്ള യുവതലമുറയോട്, അതായത് ഡോക്ടേഴ്സും ഉണ്ട്, ഡോക്ടേഴ്സ് അല്ലാത്തവരും ഉണ്ട്. ഒരുപാട് കുട്ടികൾ ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് ഫോറൻസിക് സയൻസ് പഠിക്കുന്നതിനെ കുറിച്ചിട്ട് അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട്. ഫോറൻസിക് സയൻസ് സ്കോപ്പുള്ള മേഖല തന്നെയാണ്. പക്ഷെ ഇപ്പോൾ നിലവിൽ ഇത് ഞങ്ങളും ഇങ്ങനെ ഞങ്ങളുടെ പഠന ഭാഗമായിട്ട് PG കാലത്ത് ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ, കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറിയിലൊക്കെ ഞങ്ങൾക്ക് പോയി അവിടുത്തെ ആൾക്കാരെ കാണാനും അവിടെ എന്ത് നടക്കുന്നത് കാണാനൊക്കെയുള്ള പോസ്റ്റിങ്ങുകളുണ്ട്. അപ്പോൾ അവിടെ പോകുമ്പോൾ നമ്മൾ അവരോട് ചോദിച്ചിട്ടുള്ള ഡൗട്ടാണ്, കാരണം നമ്മളോടാണ് എല്ലാവരും ഫോറൻസിക് സയൻസിൻ്റെ ഡൗട്ട് ചോദിക്കുക. അത് നമുക്ക് കൃത്യം അറിയില്ല. നമ്മൾ ഫോറൻസിക് മെഡിസിൻ, രണ്ടും 2 ശാഖയാന്ന് തന്നെ പല ആൾക്കാർക്കും അത്ര അറിഞ്ഞൂടാ. അപ്പോൾ നമ്മൾ അവരോട് ചോദിച്ചിട്ടുള്ള സംശയം, അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ മറുപടി എന്ന് പറയുന്നത്, ഫോറൻസിക് സയൻസിൻ്റെ അടിയിൽ ജോലിക്ക് എടുക്കുന്നത് ഇപ്പോഴും PSC വഴി ഗവൺമെന്റിലാണ് അതിന് ജോലി സാധ്യത, അതിലേക്ക് ജോലിക്ക് എടുക്കുന്നത് ഇപ്പോഴും പ്യുവർ സയൻസ് പഠിച്ച, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ച ആൾക്കാരെയാണ്. അതാണ് ഇപ്പോഴും അതിൻ്റെ ഒരു എന്താ പറയുക മാനദണ്ഡമായിട്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് ഇതുവരെയും ഉള്ളത്. അപ്പം നിങ്ങൾ ഫോറൻസിക് സയൻസ് പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് അതിലേക്കൊരു മുൻകൈ ഉണ്ടാവില്ല. പക്ഷെ ഭാവിയിൽ അത് ആഡ് ചെയ്യുമായിരിക്കും, കാരണം ഫോറൻസിക് സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫോറൻസിക് സയൻസ് പഠിച്ചവർ വരണം എന്നുള്ള ആ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അപ്പം നിങ്ങൾക്കൊരു സ്കോപ്പ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ എപ്പോഴും ഒരു നല്ല യൂണിവേഴ്സിറ്റി തന്നെ അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം അങ്ങനത്തെ സാധനം പഠിക്കാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുക. കേരളത്തിൽ എനിക്ക് തോന്നുന്നു അധികം യൂണിവേഴ്സിറ്റികളിൽ ഇല്ല, 1-2 സ്ഥലങ്ങളിലേ ഉള്ളൂ ഫോറൻസിക് സയൻസ്. അങ്ങനെ പഠിക്കുന്ന ഒരു കുട്ടി നമ്മുടെ അടുത്ത് അവിടെ കേസ് കാണാം, അത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആയിരുന്നു, അപ്പോൾ അവിടെ കേസ് കാണാൻ വന്നോട്ടെ എന്നൊക്കെ പ്രത്യേകം പെർമിഷനൊക്കെ ചോദിച്ച് അങ്ങനെയൊക്കെ വരികയും നമ്മളെ പരിചയപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. അതാണ് ഫോറൻസിക് സയൻസിൻ്റെ സാധ്യതയെക്കുറിച്ച്. അതായത് നിലവിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിക്കുന്നവർക്കാണ് ഫോറൻസിക് സയൻസിലേക്ക് ഉള്ള വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് PSCയിലൊക്കെ കിടക്കുന്നത്. എൻ്റെ അറിവിൽ അത് മാറിയിട്ടുണ്ടോ എന്നറിയില്ല. മാറുന്നത് വരെ
അങ്ങനെയാണ്. പിന്നെ ഉള്ളത് ഫോറൻസിക് മെഡിസിൻ. അത് എന്തായാലും MBBS ശേഷം അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ. MBBS കഴിഞ്ഞവർക്കും ഫോറൻസിക് മെഡിസിന് എങ്ങനെയാണ് ജോലി സാധ്യത എന്നൊക്കെ ചോദിച്ചാൽ, ഒന്ന് ഇതേപോലെ തന്നെ നമുക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് ഗവൺമെൻറ്റിൽ തന്നെ മെഡിക്കൽ കോളേജുകളിൽ തന്നെ കയറിയാലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ മറ്റ് പോസ്റ്റ്മോർട്ടം നടക്കുന്ന മറ്റ് സെൻറ്ററുകൾ എന്ന് പറഞ്ഞാൽ ജില്ലാ ഹോസ്പിറ്റൽ, ജനറൽ ഹോസ്പിറ്റൽ, താലൂക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലുകളിലൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ PSCയിൽ നമ്മൾ RMO എന്നുള്ള ഇതിൽ പരീക്ഷ എഴുതി അവിടെ പോയി നമ്മൾ പോസ്റ്റഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ MDയും കൂടി കണക്കാക്കിയിട്ട് അവിടെ തസ്തിക ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോലീസ് സർജനായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ എൻ്റെ പല സീനിയേഴ്സൊക്കെ അങ്ങനെ പല സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അല്ലാത്ത പക്ഷം നമ്മൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ തന്നെ, അത് DME ആണ്, DME വഴിയാണ് അതിൻ്റെ, അതായത് മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ ഡയറക്ടർ വഴിയാണ് അതിൻ്റെ നിയമനം നടക്കുന്നത്. അതും PSC പ്രത്യേകം അതിന് വേണ്ടിയിട്ട് ജോലിക്ക് വിളിക്കുമ്പോൾ ആ പരീക്ഷ എഴുതിയിട്ട് വേണം അതിലേക്ക് കയറാൻ. അപ്പോൾ ആ ഒരു പരീക്ഷ വിളിക്കുന്നതിൻ്റെ ഒരു ഗ്യാപ്പ് വരും അതിൽ. പക്ഷെ എന്നാലും ഒരുപാട് സ്പെഷ്യാലിറ്റികൾ വെച്ച് നോക്കുമ്പോൾ അത്ര സാച്ചുറേറ്റഡ് ആയിട്ടില്ല ഫോറൻസിക് മെഡിസിൻ. കാരണം പല സ്പെഷ്യാലിറ്റികളും എത്രയോ ഡോക്ടർമാർ ഓരോ കൊല്ലം പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അത്രയും കോമ്പറ്റീഷൻ വരും. ഫോറൻസിക് 13 സീറ്റുകളാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്, എല്ലാ മെഡിക്കൽ കോളേജിലും കൂടി എൻ്റെ അറിവിൽ. അപ്പോൾ 13 ആളാണ് ഒരു വർഷം പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഒരു 3-4 കൊല്ലം കൂടുമ്പോൾ വിളിച്ചാൽ അത്ര പേരാണ് പരീക്ഷ എഴുതുന്നത്. അതിൽ കുറച്ച് പേരാണ് അപ്പോയിൻമെൻറ്റ് കിട്ടി അതിൽ കയറുന്നത്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യാം, കുട്ടികളെ പഠിപ്പിക്കാൻ, ടീച്ചിങ് ഇഷ്ടമാണെങ്കിൽ അത് ചെയ്യാം. ഇനി കേരളത്തിന് പുറത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈവൻ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിലും പോസ്റ്റ്മോർട്ടം നടക്കുന്ന ഇഷ്ടംപോലെ സെൻറ്ററുകളുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ പഠിപ്പിക്കൽ മാത്രമുള്ള അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്യാം. അത്യാവശ്യം നല്ല പേയ്മെൻ്റൊക്കെയുള്ള നല്ല ഡിമാൻഡുള്ള ഒരു കോഴ്സാണ്. ഇപ്പോഴത്തെ കാലത്ത് നല്ല ഡിമാൻഡുള്ള ഒരു കോഴ്സാണ്. കാരണം ഞാൻ സീനിയർ റെസിഡൻസി കഴിഞ്ഞ് ഈ ആഴ്ച പുറത്തിറങ്ങി അടുത്ത ആഴ്ച ജോലിക്ക് കയറി. അതിന് മുന്നേ എനിക്ക് ഇങ്ങോട്ട് കോൾ വന്നു ജോലി വേണമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എനിക്ക് എന്ന് വെച്ചാൽ ഭാഗ്യം പറയുകയാണ് ഞാൻ. അങ്ങനെ ജോലി അന്വേഷിച്ച് നടക്കേണ്ട ബുദ്ധിമുട്ട് പോലും വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട്, ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ടൊന്നും വരില്ല. അതായത് ഡോക്ടേഴ്സ് ഇൻട്രസ്റ്റഡ് ഇൻ ഗെറ്റിംഗ് ഇൻ ടു ഫോറൻസിക് മെഡിസിൻ, നിങ്ങളോട് പറയുകയാണ്, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ഇനി അത് സാച്ചുറേറ്റഡ് ആകുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ സാച്ചുറേറ്റഡ് അല്ല. അപ്പോൾ അത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കയറാം. പക്ഷെ പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള ആഗ്രഹമുള്ളവർക്ക് ഗവൺമെൻറ്റിൽ ഇപ്പോൾ വിളിക്കുന്നോ ആ PSC പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. അത് വിളിക്കുമ്പോഴേ എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു കാത്തിരിപ്പിൻ്റെ പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് പോകണം. അപ്പോഴും ഇന്ത്യയുടെ പുറത്ത് പോകുകയാണെന്നുണ്ടെങ്കിലും ചില രാജ്യങ്ങളിലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ അവിടുത്തെ സിറ്റിസൺസ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന് മാത്രമേ ഇങ്ങനത്തെ ജോലികൾ കിട്ടുള്ളൂ. കൊറോണേഴ്സ് ഇൻക്വസ്റ്റാണ് അവിടെ ചെയ്യുന്നത്. അതായത് ഡോക്ടർ തന്നെയാണ് ഇൻക്വസ്റ്റ് നടത്തുക. അപ്പം അങ്ങനെയുള്ള സിസ്റ്റങ്ങൾ അത് ഓരോ രാജ്യം നമ്മൾ അന്വേഷിക്കണം. ഏതൊക്കെ രാജ്യങ്ങളിൽ, ഞാനങ്ങനെ പുറത്ത് പോകാനുള്ളൊരു താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അത്ര കാര്യമായിട്ട് അന്വേഷിച്ചിട്ടില്ല. ചില ഗൾഫ് കൺട്രീസിലൊക്കെ പോകാൻ പറ്റുന്ന ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചില കൺട്രീസിൽ പോകാൻ പറ്റും, ചില കൺട്രീസിൽ അവിടെയുള്ളവരെ മാത്രമാണ് ഫോറൻസിക് ഡോക്ടറായിട്ട് നിയമിക്കുക. അപ്പോൾ അത് ഒന്ന് അന്വേഷിച്ചിട്ട് അതിലേക്ക് കടക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഒരു സ്ത്രീ എന്ന രീതിയിൽ പോസ്റ്റ്മോർട്ടം അല്ലെങ്കിൽ എന്താ പറയുക ഫോറൻസിക് എന്ന് പറഞ്ഞാൽ അതൊരു പുതുമയേ അല്ല. നമ്മുടെ രംഗത്തിൽ ഫോറൻസിക് മെഡിസിനിൽ ഇഷ്ടം പോലെ സ്ത്രീ രത്നങ്ങളുള്ള സ്ഥലമാണ്. എത്രയോ സീനിയറായിട്ടുള്ള മാഡംമാരൊക്കെ ഇഷ്ടം പോലെയുള്ളൊരു രംഗമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ ഫോറൻസിക് മെഡിസിനിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഞങ്ങളുടെ ബാച്ചിൽ 3 ആളും പെൺകുട്ടികളാണ്. ഞങ്ങളുടെ സീനിയർ ബാച്ചിൽ 2 പെൺകുട്ടി 1 ആൺകുട്ടി. ഇങ്ങനെയാണ് നമ്മുടെ പ്രൊപ്പോർഷൻ. അതാണ് 3 സീറ്റാണെങ്കിൽ അതിൽ അധികം പല ബാച്ചുകളിലും 3 പേരും പെൺകുട്ടികളാണ്. അപ്പോൾ സ്ത്രീകൾ ഇഷ്ടം പോലെ കടന്നു വരുന്നുണ്ട്. അതെന്താ കാരണം എന്ന് വെച്ചാൽ MBBS തന്നെ കൂടുതലും പെൺകുട്ടികളാണ്. അപ്പോൾ ആ ഒരു ട്രെൻഡ് എല്ലാ PGയിലും ഇപ്പോൾ കൂടി സ്ത്രീകൾ ധാരാളം ഉണ്ട്. അതൊരു ബുദ്ധിമുട്ടേ അല്ല, അങ്ങനെ ഒരു വ്യത്യാസം അതിലില്ല. പിന്നെ നമ്മളങ്ങനെ രാത്രി ജോലി ചെയ്യണോ അങ്ങനത്തെ ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, മോർച്ചറി ഒരിക്കലും ഒരു പേടിക്കേണ്ട സ്ഥലമേ അല്ല. അതൊരു സേഫ് പ്ലേസ് ആണ്. അവിടെ അങ്ങനത്തെ ഒരു പ്രശ്നവും ഒരു സ്ത്രീ പുരുഷ വ്യത്യാസം അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ല. സാറുമാരുടെ ഇടയിലാണെന്നുണ്ടെങ്കിലും അങ്ങനെ ഗേൾസിന് ഇങ്ങനെ പറ്റുമോ അങ്ങനത്തെ ഒരു സംശയങ്ങളോ ഒരു പ്രശ്നങ്ങളോ ഇല്ല. ഒരു വ്യത്യാസം എനിക്കിതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ആർക്കും അങ്ങനെ, എൻ്റെ കൂടെ ഉള്ളവർക്കോ ജോലി ചെയ്യുന്നവർക്കോ സീനിയേഴ്സിനോ ജൂനിയേഴ്സിനോ ആർക്കും. അറ്റൻഡേഴ്സായിട്ടും ഇഷ്ടംപോലെ സ്ത്രീകളാണുള്ളത്. ഇതിനെല്ലാം കൂടെ നിൽക്കുന്ന എല്ലാം. അപ്പോൾ അത് അങ്ങനത്തെ ഒരു വിഷയമേ ഇല്ല. അതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. അതാണ് എനിക്ക് പറയാനുള്ളത്.